നമസ്കാരം. ക്യാൻസർ എന്നാൽ മരണത്തിന്റെ പര്യായമാണ് പലർക്കും. ക്യാൻസർ കണ്ടെത്തിയാൽ പിന്നെ ജീവിതത്തിന്റെ പ്രകാശം തന്നെ ഇല്ലാതായി എന്ന് ധരിക്കുന്നവരാണ് ഏറെയും. ക്യാൻസറുകളിൽ തന്നെ ഏറെ മരണകാരണമായതാണ് ശ്വാസകോശാർബുദം. ലങ് ക്യാൻസറിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി ഒരു മാസം തന്നെ നീക്കിവെച്ചിട്ടുണ്ട്. എന്താണ് ലങ് ക്യാൻസർ? എന്തൊക്കെയാണ് ലങ് ക്യാൻസറിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ? അതിവേഗ രോഗനിർണയം എങ്ങനെ സാധ്യമാകും? ഏതൊക്കെയാണ് ആധുനിക ചികിത്സാ സങ്കേതങ്ങൾ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളുമായി നമ്മോടൊപ്പം എത്തുകയാണ് MVR ക്യാൻസർ സെന്ററിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ പ്രശാന്ത് പരമേശ്വരൻ. ഡോക്ടർ, സ്വാഗതം. നന്ദി. ഡോക്ടർ, ഈ അർബുദ മരണങ്ങളിലേറെയും ശ്വാസകോശാർബുദം മൂലമാണല്ലോ. അപ്പോൾ ഈ ശ്വാസകോശാർബുദത്തെക്കുറിച്ച് ആളുകൾക്കുള്ള അവബോധം എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. എല്ലാ വർഷവും നമ്മൾ ഒരു മാസം ഈ ലങ് ക്യാൻസർ അവയർനെസ് മന്തായിട്ടൊക്കെ ആചരിക്കുന്നെങ്കിൽ പോലും ഇത് തന്നെ പല തരത്തിലുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ലങ് ക്യാൻസർ? അതുമായി ബന്ധപ്പെട്ട് ഡോക്ടറിന് പറയാനുള്ളത് എന്തൊക്കെയാണ്? കഴിഞ്ഞൊരു 10 കൊല്ലത്തെ ക്യാൻസർ ഇൻസിഡൻസ് അഥവാ ക്യാൻസർ രജിസ്ട്രിയിലെ ഡാറ്റ നമ്മൾ ശേഖരിച്ച് നോക്കിയാൽ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ ആദ്യത്തെ 5 ക്യാൻസറിൽ ഒന്ന് ശ്വാസകോശാർബുദമാണ് അഥവാ ലങ് ക്യാൻസറാണ്. പുരുഷന്മാരിൽ നമ്പർ 1 ക്യാൻസറായി ലോകത്തെല്ലാവിടെയും മാറിക്കൊണ്ടിരിക്കുകയാണ് ലങ് ക്യാൻസർ. ഇന്ത്യയിൽ ഇപ്പോൾ 2ാം സ്ഥാനത്താണെങ്കിലും വളരെ പെട്ടെന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ലങ് ക്യാൻസറിനെ കുറിച്ച് അറിയപ്പെടുന്നത്. സ്ത്രീകളിൽ പോലും ലങ് ക്യാൻസർ ആദ്യത്തെ 5ൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. 2ാമത്തെയോ 3ാമത്തെയോ ക്യാൻസറായി ലങ് ക്യാൻസർ സ്ത്രീകളിലും കയറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ലങ് ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം, ശ്വാസകോശാർബുദത്തിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണ, അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും, ഇതിനെക്കുറിച്ച് ഒരുപാട് നാളായി ഗവൺമെൻറ് തലത്തിലായാലും ഇപ്പോൾ ഒരു ആരോഗ്യ സംഘടനയുടെ തലത്തിലാണെങ്കിലും എഫേർട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പരിധിവരെ ചികിത്സയിൽ വരുന്ന വ്യത്യാസങ്ങളും പുതിയ ആധുനിക ചികിത്സയുടെയൊക്കെ കാരണം കൊണ്ട് ഗുണപ്പെടുന്ന സാധ്യതകളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിർഭാഗ്യവശാൽ ഭൂരിഭാഗം രോഗികളും ഉയർന്ന സ്റ്റേജിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. ഓക്കെ ഡോക്ടർ, ഈ ലങ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കണക്കുകളാണ് പുറത്തു വരുന്നത്. അതിപ്പോൾ രാജ്യാന്തര തലത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ തന്നെ ചില കണക്കുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ലങ് ക്യാൻസർ രോഗികളുടെ എണ്ണം നമ്മൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് തരുന്ന ഒരു സൂചന എന്താണ്? ഒരു കണക്കുകൾ തരുന്ന സൂചന ലങ് ക്യാൻസർ ഒരു മോസ്റ്റ് കോമൺ ക്യാൻസർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസറായി ഇറസ്പെക്റ്റീവ് ഓഫ് പുരുഷനായാലും സ്ത്രീയാണെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഇപ്പോൾ ഒരു കേരളം എന്നുള്ള ചെറിയൊരു സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ക്യാൻസറുകളിലൊന്ന് ലങ് ക്യാൻസറാണ്. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം വളരെയധികം പ്രാധാന്യമാണ് നമ്മുടെ ആളുകളുടെ ഇടയിൽ. ഡോക്ടർ, വേറൊരു കാര്യം, ഈ ലങ് ക്യാൻസറിലേക്ക് നയിക്കുന്ന ഒന്നിലേറെ കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണമുണ്ട്, മറ്റു പല കാരണങ്ങളുണ്ട്. ഇവയിൽ ക്യാൻസർ ബാധിക്കുന്ന കോശഘടനയിൽ മാറ്റം വരുത്തുന്നത് ഏതൊക്കെ കാരണങ്ങളാണ്? സാധാരണ ഒരു ക്യാൻസർ ഉണ്ടാവുന്നത് ജനറ്റിക് മ്യൂട്ടേഷൻ അഥവാ ഓൾട്ടറേഷൻ എന്ന് പറയും. നമ്മുടെ ജനിതക കോശങ്ങളിൽ ഉണ്ടാവുന്ന തകരാറ്. അപ്പോൾ ജനിതക കോശങ്ങളിൽ ഉണ്ടാവുന്ന തകരാറ് ബാഹികമായി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവാം. അപ്പോൾ അതിൽ ലങ് ക്യാൻസർ ശ്വാസകോശാർബുദവുമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ പുകവലി, ഒരു 50% അതിൽ കൂടുതൽ ശ്വാസകോശാർബുദം പുകയില, പുകവലി, പുക ഉൽപ്പന്നങ്ങൾ കാരണമാണെന്നാണ് WHO ആയ ആരോഗ്യ സംഘടന അവകാശപ്പെടുന്നത്. അതിൻ്റെ പുറമെ ഇപ്പോൾ നമ്മുടെ ഈ പൊല്യൂഷൻ ആവാം, ഇല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ മലിനീകരണ റേറ്റിൻ്റെ കൂടുതലായിരിക്കാം. പുക വലിക്കാത്ത ആളുകളിൽ പോലും ശ്വാസകോശാർബുദം കൂടിക്കൊണ്ടുവരികയാണ്. ആസ്ബസ്റ്റോസ് അല്ലെങ്കിൽ കുറേ പെയിൻറ്റിലുള്ള കെമിക്കൽ, ചില വാച്ചിലുള്ള കെമിക്കൽ, ഇതൊക്കെ ലങ് ക്യാൻസർ ഉണ്ടാക്കാം എന്നുള്ള പഠനങ്ങളുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുക വലിക്കുന്ന എല്ലാവർക്കും ലങ് ക്യാൻസർ വരുന്നില്ല, ചിലവർക്ക് മാത്രമേ ശ്വാസകോശാർബുദമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മുടെ കൺട്രോളിലുള്ള അല്ല. ആ ബാഹ്യമായിട്ടുള്ള ഫാക്ടർ, ഈ പുകവലി ഉള്ളിലുള്ള ജനിതക കോശത്തിന് തകരാറുണ്ടാക്കുമ്പോൾ, ഇന്റേണൽ ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടാക്കുമ്പോൾ അതൊരു ക്യാൻസറായി മാറുന്നു. അതെ
ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെയും ഇൻഫോർമേഷൻ ഓവർലോഡഡിൻ്റെയും ഒക്കെ ഒരു കാലമാണല്ലോ. അപ്പോൾ നിരവധി വ്യാജ പ്രചാരണങ്ങളും വ്യാജ സന്ദേശങ്ങളുമാണ് ഓരോ ദിവസവും നമ്മളിലേക്ക് എത്തുന്നത്. അതും ചിലത് വളരെ വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ പേരിൽ പോലും വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ഡോക്ടറും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള മിത്തുകൾ ഒരുപാട് പേരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ചില മിത്തുകൾ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഏറ്റവും വലിയ മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ജീവിതം കഴിഞ്ഞു എന്നുള്ളൊരു മിത്താണ്. ഇപ്പോൾ നമ്മൾ സിനിമകളാവട്ടെ സീരിയലാവട്ടെ ഒരാളുടെ അവസാനം പറയണമെങ്കിൽ ഒരു ക്യാൻസർ ആയിട്ടൊന്ന് ചിത്രീകരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞൊരു 10 കൊല്ലത്തിൽ ഒരു ഹോൾ മെഡിക്കൽ സയൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടന്നിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ചികിത്സയിൽ വ്യത്യാസം വന്നിട്ടുള്ളതും ക്യാൻസറാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ ചികിത്സ അടിമുടി ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. 1ാം സ്റ്റേജിൽ കാണുന്ന ഭൂരിഭാഗം ക്യാൻസറും 90% കൂടുതൽ ഗുണപ്പെടുന്നതാണ്. 2ഉം 3ഉം സ്റ്റേജുകളൊക്കെ ഒരു പകുതിയിൽ കൂടുതലും 3/4% ക്യൂർ ചെയ്യാനിപ്പോൾ സാധിക്കുന്നതാണ്. ഇനി 4ാം സ്റ്റേജിൽ കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും ഭീതി പടർന്ന സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ പോലും പണ്ടൊക്കെ ഒരു ചികിത്സയും ഇല്ല അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളെ ജീവിക്കുന്ന രോഗി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ ചികിത്സയിൽ കുറേ കൊല്ലങ്ങൾ കൺട്രോളിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് മിക്കവാറും രോഗികളെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ കണ്ടുപിടിച്ചാൽ ദ എൻഡ് എന്ന് വിചാരിച്ച് ഇരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. 2021 അങ്ങനെ ആലോചിക്കാൻ പാടില്ല. 2ാമത്തെ മിത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര കഴിച്ചാൽ ക്യാൻസർ വരും, ഉപ്പ് കഴിച്ചാൽ ക്യാൻസർ വരും. അതൊന്നും ഒരിക്കലും ഒരു പഠനത്തിൽ തെളിയിച്ചിട്ടുള്ളൊന്നുമല്ല. ഇപ്പോൾ ഷുഗറുള്ള രോഗികൾക്ക് ഈ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ ലെവൽ കൂടുതലുള്ള രോഗികൾക്ക് ചില ക്യാൻസേഴ്സ് ഉണ്ടാവുമെന്നൊക്കെ പറയുന്നില്ല. പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും. അപ്പോൾ എൻ്റെ കുറച്ച് രോഗികളുണ്ട് ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പഞ്ചസാര ഇട്ടൊന്നും കഴിക്കില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇതുവരെയായിട്ട് ഇതിലും തെളിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ പല ഘട്ടങ്ങളുണ്ട് ക്യാൻസറിനെന്ന്. ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗം അത് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഗവേഷണങ്ങളൊക്കെ ഇത്രയധികം മുന്നോട്ട് പോയിട്ടും പലപ്പോഴും പലരിലും ക്യാൻസർ കണ്ടെത്തുന്നത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു ചിന്ത ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്? അങ്ങനെ ഈ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഈ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഡയഗ്നോസിസ് പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിംറ്റം അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംറ്റം ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ചർച്ചാ വിഷയമായ ശ്വാസകോശ അർബുദം തന്നെ എടുക്കാം. ഇപ്പോൾ വിട്ടുമാറാത്തൊരു ചുമ, അല്ലെങ്കിൽ ചുമയിൽ ചോര തുപ്പുക, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ ശ്വാസം വളരെയധികം പെട്ടെന്ന് മുട്ടുക, ഇല്ലെങ്കിൽ നെഞ്ചുവേദന, ഇതൊന്നും ക്യാൻസറിൻ്റെ മാത്രം ലക്ഷണമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ന്യൂമോണിയ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാം, TB ഉണ്ടെങ്കിൽ ചുമയുണ്ടാകാം, ഇപ്പോൾ ഒരു നെഞ്ചുവേദന ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടാകാം, ശ്വാസം മുട്ടൽ സാധാരണയായിട്ട് ആസ്മ അങ്ങനത്തെ രോഗങ്ങളിൽ ഉണ്ടാവാം. അപ്പോൾ ഒരു രോഗി തന്നെ ഒരു ചെറിയ ചുമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കയറി ക്യാൻസറിന് പോയി ടെസ്റ്റ് ചെയ്യുന്നത് വರ್ತല്ല. അപ്പോൾ അതിൻ്റെ കുറേ സമയത്ത് നോർമലായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. അപ്പോൾ മിക്കവാറും ഈ ചുമ വെച്ചുകൊണ്ടിരിക്കും. ആദ്യം ഒരു ന്യൂമോണിയായിട്ട് ട്രീറ്റ് ചെയ്യും, അതിനുശേഷം പിന്നെ നമ്മൾ TBയുടെ ടെസ്റ്റുകൾ നോക്കും, എന്നിട്ടാണ് ക്യാൻസറിൻ്റെ ടെസ്റ്റുകളിലേക്ക് എത്തുന്നത്. പക്ഷെ ഒരു മുഴുവനായിട്ടുള്ളൊരു പോപ്പുലേഷൻ, നമ്മുടെ ഒരു മുഴുവൻ സമൂഹം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസർ ഒരു റെയർ ഡിസീസാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള മാതിരി ന്യൂമോണിയയും TB ഒക്കെയാണ് ഇതിനേക്കാട്ടിലും കൂടുതലായിട്ട് കാണപ്പെടുന്ന അസുഖം. അപ്പോൾ എല്ലാ രോഗികളെയും പിടിച്ച് CT സ്കാൻ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്കാനിന് കൊണ്ട് പ്രസക്തിയില്ല. ഇനി പ്രസക്തമായ ചോദ്യം താങ്കളുടെ ഏതെങ്കിലും ടെസ്റ്റ് വന്നിട്ടുണ്ടോ, ഒരാൾക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരു ടെസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടെസ്റ്റ് ഇല്ല. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഒരു സ്കാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എല്ലാത്തിനും അതിൻ്റേതായ പരിമിതികളുണ്ട്. അങ്ങനെ പോയിട്ടൊരു ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റുകൾ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയാറുള്ളത്, പുകവലിക്കുന്നൊരു രോഗി, വിട്ടുമാറാത്തൊരു ചുമ 2 ആഴ്ചയിലും കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ TB നോക്കുന്നതിൻ്റെ ഒപ്പം ക്യാൻസറും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞു, കുറേ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ക്യാൻസറിൻ്റെ ഒരു തുടക്കമാണെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നുണ്ട്. പക്ഷെ ചിലരിൽ ഇത്തരത്തിലുള്ള സിംറ്റംസ് അഥവാ ലക്ഷണങ്ങളൊന്നുമില്ലാതെ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങൾക്കുപരിയായിട്ട് തുടക്കത്തിൽ തന്നെ ക്യാൻസർ മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധ്യമാകുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ? ലക്ഷണങ്ങൾ ഇല്ലാതെ വരുന്ന ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള മാതിരിയുള്ള ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വെയിറ്റ് കുറയുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൽ കുറഞ്ഞു, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു ക്യാൻസറായിട്ട് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നു. അതിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിർഭാഗ്യവശാൽ അങ്ങനത്തെ ഒരു ടെസ്റ്റുകളൊന്നുമില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ കുറേയൊക്കെ പാരമ്പര്യമായിട്ടുള്ള
ക്യാൻസറുകളെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ 2 അതിൽ കൂടുതലോ ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്തനാർബുദം, അണ്ഡാശയ അർബുദം, കോളോൺ ക്യാൻസർ, കുടലിൻ്റെ അർബുദം, അങ്ങനത്തെ ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളിലൂടെ കടന്നു പോകണം. അങ്ങനെയുള്ളവർക്ക് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്, അങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ കുറച്ച് പഠനങ്ങളുണ്ടെന്നല്ലാതെ വേറൊരു ലക്ഷണവും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഡോക്ടർ, ഈ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെന്ന് പറയുമല്ലോ, ഇപ്പോൾ ഡോക്ടർ ഒരു വിഭാഗത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ഹൈ റിസ്ക് വിഭാഗത്തിൽ പെടുന്നത് ആരൊക്കെയാണ്? അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് നേരത്തെ തന്നെ ഒരു സ്ക്രീനിങ്ങിന് വിധേയരാകാമല്ലോ. അങ്ങനെ സ്ക്രീനിങ്ങിന് വിധേയരാകുന്നത് നല്ലതാണോ? തീർച്ചയായിട്ടും. ക്യാൻസർ, ഞാൻ പറഞ്ഞിടത്തോളം നമ്മൾ ഇത്രയും നാളായിട്ട് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ക്യാൻസർ വരാതെ തടയുന്നതിനാണ്. അപ്പോൾ അതിന് ജീവിതശൈലിയിലുള്ള വ്യത്യാസം, ഈ അഡിക്ഷൻസ്, അങ്ങനെയുള്ള ഈ തെറ്റായ പുകവലി, മദ്യപാനം, അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ അങ്ങനത്തുള്ളതൊന്നും ഉപയോഗിക്കാതിരിക്കുക, ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുക, കൂടുതൽ ആക്റ്റീവ് ആവുക, അല്ലെങ്കിൽ എക്സസൈസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇത്രയും നാളായിട്ട് ഊന്നൽ കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ഇനി മുതൽ ഊന്നൽ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത് സ്ക്രീനിങ്ങിനാണ്. സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞ് നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ അതിൽ ഹൈ റിസ്ക് എന്ന് പറഞ്ഞ് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന് ജനറ്റിക്കലി ഹൈ റിസ്ക് എന്ന് പറയും. ജനറ്റിക്കലി ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ്, 2 അതിൽ കൂടുതലോ ക്യാൻസർ ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിൽ. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കുടുംബത്തിലോ അച്ഛൻ്റെ കുടുംബത്തിലോ തൊട്ടടുത്ത അനിയത്തിമാർക്ക്, ചേട്ടന്മാർക്ക്, അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്ക്, അങ്ങനെയുള്ള ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് 2 അതിൽ കൂടുതലോ ക്യാൻസർ. അതിലും പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, ഓവറി ക്യാൻസർ, കോളോൺ ക്യാൻസർ. ഇപ്പം ലങ് ക്യാൻസർ ഒന്നും സാധാരണ പാരമ്പര്യത്തിന് അത്ര പ്രസക്തി ഇല്ല എന്നാണ് പറയുക. എന്നിരുന്നാലും അങ്ങനെ ഒരു ക്യാൻസർ വീട്ടിലുണ്ടെങ്കിൽ അവരൊരു സ്ക്രീനിങ് ഗൈഡ് ലൈൻസിലൂടെ കടന്നു പോകുന്നതോ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിച്ച്, ഒരു ഓൺകോളജി ഡോക്ടറെ സമീപിച്ചിട്ട് അതിന് ചാൻസ് ഉണ്ടോ, അത് എത്ര ശതമാനം ഉണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു മാമോഗ്രാം ആണെങ്കിലും വയറിൻ്റെ അൾട്രാസൗണ്ട് ആണെങ്കിലും അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ, കാരണം കഴിഞ്ഞൊരു 10 കൊല്ലത്തിൽ ഈ ഹെറിഡിറ്ററി ക്യാൻസേഴ്സിന് ഭയങ്കര അത് ഇമ്പോർട്ടൻസ് കൂടി കഴിഞ്ഞു. ഹെറിഡിറ്ററി ക്യാൻസേഴ്സ് കണ്ടുപിടിക്കുന്നതിന് കുറേ ടെസ്റ്റുകൾ ലഭ്യമാണ്. കണ്ടുപിടിച്ചാൽ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനെ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നേരത്തെ അവരിൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുകയും പൂർണ്ണമായി ഗുണപ്പെടുത്താൻ പറ്റുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റേണലി ഹൈ റിസ്ക് അല്ലാതെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഹൈ റിസ്ക് ആയവർ. ഇപ്പോൾ ഉദാഹരണത്തിന് 50 വയസ്സിൽ കൂടുതൽ, 20 കൊല്ലത്തിൽ കൂടുതൽ, 50 വയസ്സിൽ കൂടുതലായ ഒരാൾ 20 കൊല്ലത്തിൽ കൂടുതൽ നമ്മൾ പുക വലിച്ചുകൊണ്ടിരുന്നിരുന്നു. 20 പാക്ക് ഇയേഴ്സ് എന്നാണ് പറയുക. 20 പാക്ക് ഇയേഴ്സിൽ കൂടുതൽ സ്മോക്കിംഗ് ഉള്ള ഒരാളുണ്ടെങ്കിൽ അയാളൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഐഡിയൽ സ്ക്രീനിങ് ഗൈഡ് ലൈൻസിൽ 2 കൊല്ലത്തിലൊരിക്കൽ അയാൾ ലോ ഡോസ് CT സ്കാൻ ലങ്സിൻ്റെ അടുത്ത് നോക്കണം എന്നാണ്. എന്നാലേ നമുക്ക് ലങ് ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. വായയുടെ, ഇപ്പോൾ ഈ പാൻപരാഗ്, ഹാൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന ആളുകൾ ഡെയിലി വായ നോക്കണം. ഇനിയിപ്പോൾ അതൊന്നും വെച്ചില്ലെങ്കിലും നമ്മൾ വായ മാസത്തിലൊരിക്കലെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നാക്കിൻ്റെ അറ്റവും നാക്കിൻ്റെ താഴെയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് ക്യാൻസർ വല്ല വ്രണങ്ങളോ മാറാത്ത പുണ്ണുകളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഹൈ റിസ്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ എക്സ്റ്റേണൽ ഹൈ റിസ്കിൽ സ്ക്രീനിങ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇപ്പോൾ ലങ് ക്യാൻസറിനാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. ഇന്റേണൽ ഹൈ റിസ്കിലാണ് നമ്മൾ സ്ക്രീനിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിലാണ് ഈ ബ്രസ്റ്റും ഓവറി ക്യാൻസറുകളും കോളോൺ ക്യാൻസറൊക്കെ പെടുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ഓരോ വ്യക്തിയും യുണീക്കാണ് എന്ന് പറഞ്ഞതുപോലെ ഓരോ രോഗിയും വ്യത്യസ്തരാണ്. അവരുടെ രോഗാവസ്ഥ, അവരുടെ ഒരു ആരോഗ്യസ്ഥിതി, മുൻപ് അവർക്ക് വന്ന രോഗങ്ങൾ, അവരുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പ്രത്യേകതകൾ, അപ്പോൾ ഓരോ രോഗിക്കും വരുന്ന ക്യാൻസറിലും വ്യത്യസ്തത ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓരോ രോഗിക്കും ഒരു കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ തെറാപ്പി എന്നത് ക്യാൻസർ ചികിത്സയിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്? ഒരുപാട് വ്യത്യാസം വന്നു കഴിഞ്ഞു ക്യാൻസർ ചികിത്സ. പണ്ട് ആകെ 3 ചികിത്സയെ കുറിച്ചേ കേട്ടിട്ടുള്ളൂ ഭൂരിഭാഗം പേരും. ഈ പ്രോഗ്രാം കേൾക്കുന്ന ഭൂരിഭാഗം പേരും സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി, ഈ ഒരു 3 ചികിത്സ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞൊരു 15 കൊല്ലമായിട്ട് ക്യാൻസർ, ഇപ്പോൾ ഒരു ലങ് ക്യാൻസറിനെ എടുത്തോളൂ, ഏത് ക്യാൻസറും ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിലുള്ള പഠനങ്ങൾ നടന്ന് എല്ലാം ഒന്നല്ല എന്നുള്ളൊരു പ്രസക്തി വന്നു കഴിഞ്ഞു. അതിനുള്ള ഉത്തരം എന്തായിരുന്നു, കിട്ടാനുള്ള ഉത്തരം കാരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ചില 1ാം സ്റ്റേജിലുള്ള രോഗികൾക്കും അസുഖം മാറുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരുന്നു. ചില 3ാം സ്റ്റേജിലുള്ള രോഗികളും ഒരിക്കലും ബുദ്ധിമുട്ട് തിരിച്ചു വരാതെ ഉഷാറായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ, ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബയോളജി ഓഫ് ദ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് വളരെയധികം പൊന്തി വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ
ഇപ്പോൾ ഒരു ലങ് ക്യാൻസർ ആയിക്കോട്ടെ, ഒരു 10ൽ 5 പേർക്കും, പ്രത്യേകിച്ച് പുകവലിക്കാതെ വരുന്ന ഒരു ലങ് ക്യാൻസർ 10ൽ 5 പേർക്കും ഇപ്പോൾ ഗുളികകൾ ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് മോളിക്കുലാർ ബയോളജി അല്ലെങ്കിൽ മോളിക്കുലാർ ഓൺകോളജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശാഖ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ കീമോതെറാപ്പി, റേഡിയോതെറാപ്പിക്കൊക്കെ പകരമായിട്ട് മോളിക്കുലാർ ഓൺകോളജി എന്ന് പറഞ്ഞ് ഓരോരോ ക്യാൻസറിൻ്റെ, ഇപ്പം ലങ് ക്യാൻസറിൽ തന്നെ താങ്കൾ പറഞ്ഞ മാതിരി 10 ലങ് ക്യാൻസർ ഉണ്ടെങ്കിൽ 10ഉം വ്യത്യസ്തമാണ്. ചിലവർക്ക് ഈ ഗുളികയായിരിക്കും, ചിലവർക്ക് വേറെ ഗുളികയാണ്, ചിലവർക്ക് കീമോതെറാപ്പി തന്നെ ഉണ്ടാവുള്ളൂ, ചിലവർക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ചികിത്സകൾ ഒക്കെ ലഭ്യമാണ്. അപ്പോൾ ഒരു പേഴ്സണലൈസ്ഡ് തെറാപ്പി ഇൻ ഓൺകോളജിയാണ് ഫ്യൂച്ചർ. പുതിയൊരു കീമോതെറാപ്പി 2005 ശേഷം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. 2005 ശേഷം ഒക്കെ ഈ ടാബ്ലറ്റും പുതിയ ടാർഗറ്റഡ് തെറാപ്പി, മോണോക്ലോണൽ ആൻറ്റിബോഡി, ഇമ്മ്യൂണോതെറാപ്പി, അങ്ങനത്തെ കുറേ ഇതിലേക്കാണ് ക്യാൻസർ റിസർച്ചും ശാഖകളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരും കാലങ്ങളിൽ ഓരോരോ രോഗി വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചികിത്സകളാണ്. ഇപ്പോൾ തന്നെ ഒരുപടി കുറേ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയും വരുന്ന കാലങ്ങളിൽ അങ്ങനെയാണ് കൂടുതൽ ചികിത്സ മാറാൻ പോകുന്നത്. ഈ നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അഥവാ പ്രതിരോധം ചികിത്സയേക്കാൾ മെച്ചമെന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ലങ് ക്യാൻസറിനെ പടിക്ക് പുറത്ത് നിർത്താനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ശ്രദ്ധിക്കാം? ഏറ്റവും കൂടുതലായിട്ട് ഊന്നൽ നൽകേണ്ടതും പ്രിവെൻഷൻ തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. അതിൽ ലങ് ക്യാൻസർ എടുത്താൽ 50% കൂടുതൽ ലങ് ക്യാൻസർ പുകവലി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത് നിർത്തിയാൽ തന്നെ, അല്ലെങ്കിൽ അത് തടഞ്ഞാൽ തന്നെ പകുതിയിലേറെ ലങ് ക്യാൻസർ കുറയ്ക്കാൻ പറ്റി സാധിക്കും. ഇപ്പോൾ ഒരുപാട് നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ യുവാക്കളുടെ നിരയിലൊക്കെ അതിന് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി ഊന്നൽ കൊടുക്കണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തുടങ്ങുന്ന പുകവലി, കുറേ നാൾ നീണ്ടു നിൽക്കുന്ന പുകവലി. അപ്പോൾ ഒരു കോളേജ് അടിസ്ഥാനത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണങ്ങളും ഒരുപാട് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ഊന്നൽ നൽകി നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ തന്നെ പകുതിയിലേറെ ലങ് ക്യാൻസർ നമുക്ക് നീട്ടി തരാം അല്ലെങ്കിൽ മാറ്റി വരാൻ സാധിക്കും. ബാക്കിയുള്ള ക്യാൻസറുകൾക്ക് ഇപ്പോൾ നമുക്കൊരു മലിനീകരണത്തിലൊക്കെ നമ്മളുടെ പരിധിയിൽപ്പെട്ടതല്ല. എന്നിരുന്നാലും ശുദ്ധവായു, നല്ല ഭക്ഷണം, ദിവസവും വ്യായാമം എന്നുള്ളവ ഏതൊരു ക്യാൻസറിനെ മാതിരി ഈ ഒരു ക്യാൻസറിനും വരാതിരിക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഡോക്ടറെ കാണുക. പ്രത്യേകിച്ച് പുകവലിക്കുന്ന ഒരാൾ, ഞാൻ പറഞ്ഞ മാതിരി വിട്ടുമാറാത്തൊരു ചുമയിൽ ചോര കാണുക, കഫത്തിൽ ചോര കാണുക, അല്ലെങ്കിൽ വെയിറ്റ് കുറയുക, വിട്ടുമാറാത്തൊരേ ഭാഗത്ത് വേദന വന്നുകൊണ്ടിരിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ട് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഡോക്ടർ, എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംശയമാണ് പലപ്പോഴും. ഡോക്ടർ ഇപ്പോൾ ഈ ജെനറ്റിക്കലി ഹൈ റിസ്ക് കാറ്റഗറിയെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ജനിതക ഘടനയിൽ അവർക്കുണ്ടാകുന്ന പ്രത്യേകതകൾ കൊണ്ട് തന്നെ അവർ ക്യാൻസർ സെൽസ് ക്യാരി ചെയ്യുകയും അവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുമാണ്. അപ്പോൾ പലപ്പോഴും ഈ ഡിസൈനർ ബേബീസ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ക്യാൻസർ ബാധിതനാകാമായിരുന്ന ഒരു വ്യക്തിയുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി ക്യാൻസർ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യത, അത്രയ്ക്ക് നമ്മുടെ ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ടോ? ഒരുപാട് റിസർച്ച് നടക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് താങ്കൾ ചോദിച്ചത്. അതിൻ്റെ പേരാണ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു ശാഖ തന്നെ കഴിഞ്ഞൊരു 10-20 കൊല്ലമായിട്ട് ഭയങ്കര റിസർച്ച് നടക്കുന്നുണ്ട്. ഏതാണ് ജനിതക കോശത്തിൻ്റെ തകരാറെന്ന് മനസ്സിലാക്കി ആ ജനിതക കോശത്തിനെ റീപ്ലേസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആ ജനിതക കോശം റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുക. നിർഭാഗ്യവശാൽ ജീൻ തെറാപ്പി ഇപ്പോഴും ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റേജിലാണ്, സക്സസ്ഫുൾ ആയിട്ടില്ല. പക്ഷേ വരും കാലങ്ങളിൽ, ഇപ്പോൾ അത് ക്യാൻസറിന് മാത്രമല്ല, ഇപ്പോൾ ഒരു ഡയബറ്റീസ് ഉള്ള രോഗിക്ക് ഷുഗർ മാറ്റാം, HIV ഉള്ള രോഗിക്ക് HIV മാറ്റാം എന്നൊക്കെയാണ് ജീൻ തെറാപ്പിയുടെ വാഗ്ദാനങ്ങൾ. പക്ഷേ കുറച്ചും കൂടി ശാസ്ത്രം അതിന് പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. വരും കാലങ്ങളിൽ മിക്കവാറും അതിനും ഒരു ഉത്തരം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കോവിഡ് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും പല ആശങ്കകളുണ്ട്. ക്യാൻസർ ബാധിതരിൽ അത് കൂടുതലാണ്. കാരണം പലപ്പോഴും ഈ അനുബന്ധ രോഗമുള്ളവരിൽ കോവിഡ് പലപ്പോഴും മാരകമാകാം, മരണകാരണമാകാം എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഈ ക്യാൻസർ ബാധിതരിൽ അവർക്ക് കോവിഡ് വരുന്നത് വലിയ പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വാക്സിനേഷൻ എടുക്കാമോ? വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് തന്നെ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്യാൻസർ, യൂറോപ്യൻ സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റിയുടെയൊക്കെ ഒരു ഗൈഡ് ലൈൻസ് തന്നെ വന്നിട്ടുണ്ട്. ഈ ഗൈഡ് ലൈൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാൻസർ രോഗികൾക്കെല്ലാം ക്യാൻസർ വാക്സിൻ സ്വീകരിക്കാം. 2-3 എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പറയാറുള്ളത്, ഇപ്പോൾ ഒരു കീമോതെറാപ്പി എടുക്കുന്ന ദിവസം അല്ലെങ്കിൽ എടുത്തൊരു 24 to 48 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം സ്വീകരിക്കുന്നതാണ് നല്ലത്. അത് സൈഡ് ഇഫക്റ്റ് കാരണമല്ല,
അതിൻ്റെ ആ എഫക്റ്റ് കുറയും എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രതിരോധം നന്നായി നിൽക്കുന്ന സമയത്ത് ക്യാൻസർ വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓൺകോളജി ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാക്സിൻ എന്നാണ് എടുക്കേണ്ടതെന്നുള്ളൊരു ഏകദേശ ധാരണ ഡോക്ടർക്ക് തരാൻ സാധിക്കും. അപ്പോൾ പൊതുവേ എല്ലാ ക്യാൻസർ രോഗികൾക്കും വാക്സിൻ സ്വീകരിക്കാം. എക്സെപ്ഷനായിട്ട് പിന്നെ പറയാനുള്ളത് ഈ ബ്ലഡ് ക്യാൻസറിന് ചികിത്സിക്കുന്ന രോഗികൾ. അങ്ങനത്തെ രോഗികൾക്ക് പൂർണ്ണമായിട്ട് വലിയ ചികിത്സയാവുന്നതുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റോ അല്ലെങ്കിൽ പ്രതിരോധം വളരെ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ സമയത്ത് വാക്സിൻ കൊടുക്കാറില്ല. അതിൻ്റെ എഫക്റ്റ് തീരെ ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട്. പിന്നെ മജ്ജ മാറ്റിവെച്ച രോഗികൾ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, അങ്ങനത്തെ രോഗികൾക്കൊക്കെ നമ്മൾ 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം പൂർണ്ണമായിട്ട് പ്രതിരോധം തിരിച്ചെത്തിയതിന് ശേഷം മാത്രമേ വാക്സിൻ കൊടുക്കാറുള്ളൂ. അതല്ലാതെ ബാക്കിയുള്ള എല്ലാ രോഗികൾക്കും കോവിഡ് വാക്സിൻ സ്വീകരിക്കാം. അതിൻ്റെ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ മിക്കവാറും രോഗികളൊക്കെ വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു 90% കൂടുതൽ ആർക്കും ഭയങ്കര സൈഡ് ഇഫക്റ്റുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സാധാരണ ഒരാൾക്ക് ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റുകൾ തന്നെ അവർക്കും ഉണ്ടാകുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. ഈ കോവിഡ് കാലമാണ്. പല ക്യാൻസർ ബാധിതരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ കോവിഡ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കിട്ടുമോ എന്ന പേടി കൊണ്ട് അവർ ചെക്കപ്പിന് പോവാറില്ല, വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാനാണ് ശ്രമിക്കുന്നതെന്ന്. അത്തരത്തിൽ ഈ ക്യാൻസർ ബാധിതർ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുക, ചെക്കപ്പ് നടത്തുക, അതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? അതിന് രണ്ട് തരത്തിലുണ്ട് അതിൻ്റെ ഉത്തരം. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കോവിഡ് ഒരു കഴിഞ്ഞ 1.5 കൊല്ലത്തിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഈ ഫോളോ അപ്പിന് വരുന്ന രോഗികൾ, ഇപ്പോൾ ചികിത്സ കഴിഞ്ഞ് ഫോളോ അപ്പിനുള്ള രോഗികളൊക്കെ നമ്മൾ കുറച്ചു. ആദ്യമൊക്കെ കുറേ ടെലി കൺസൾട്ടേഷൻ രീതിയിലേക്ക് മാറിയിരുന്നു. പക്ഷെ നേരത്തെ സംശയമുള്ള രോഗി അല്ലെങ്കിൽ ഒരു ക്യാൻസർ കണ്ടുപിടിച്ച രോഗി കോവിഡ് ആണെന്ന് വിചാരിച്ചിട്ട് ചികിത്സ വൈകിക്കേണ്ട ആവശ്യമില്ല. എന്നാണ് ഇപ്പോൾ കോവിഡ് മാറുക നമുക്കറിയില്ല. ക്യാൻസറിൻ്റെ സ്റ്റേജ് കൂടുതൽ നീളാതെ ട്രീറ്റ്മെൻറ്റ് മിക്കവർക്കും ആരംഭിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോവിഡ് കാരണം, ഇപ്പോൾ പ്രത്യേകിച്ച് ശ്വാസകോശ അർബുദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും, ഈ കോവിഡ് കാരണം കുറേ പേർക്ക് ഈ ചുമ കാരണം CT സ്കാൻ എടുത്ത് കുറേ ക്യാൻസർ രോഗികളെ നമുക്ക് തുടക്കത്തിലുള്ള സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അവർക്ക് ചികിത്സ കൊടുക്കാൻ സാധിച്ചു ഈ CT സ്കാൻ എടുത്തത് കാരണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപകാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കോവിഡ് ആണെന്ന് പേടിച്ചിട്ട് ഒരു ക്യാൻസർ രോഗി ചികിത്സ സ്വീകരിക്കാതിരിക്കുന്നത് അർത്ഥമില്ല. അത്ര വലിയ സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. അതുപോലെ നമ്മൾ 1 മാസം ഈ ലങ് ക്യാൻസർ അവയർനെസ്സിനായിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ബോധവൽക്കരണം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അക്കാര്യത്തിൽ മുൻതൂക്കം നൽകേണ്ടത്? യുവാക്കളിലാണ് ബോധവൽക്കരണത്തിൽ കൂടുതൽ മുൻതൂക്കം നൽകേണ്ടത്. കാരണം കുറച്ച് പഠനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഏജ് ഓഫ് സ്റ്റാർട്ടിങ് ദ സ്മോക്കിംഗ് അത് ഭയങ്കര ഇമ്പാക്റ്റാണ്. പിന്നെ അതിൻ്റെ പുറമേ ആയിട്ട് ഒരു പ്രിവെൻറ്റബിൾ ക്യാൻസർ ആണ് എന്നുള്ളൊരു മെസ്സേജാണ് സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തടയാൻ സാധിക്കും, അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ ക്യാൻസർ നമുക്ക് തടയാൻ സാധിക്കും. കാരണം നിർഭാഗ്യവശാൽ താങ്കൾ നേരത്തെ പറഞ്ഞതുമാതിരി കണ്ടുപിടിക്കുന്ന 10-ൽ 8 പേരും ശ്വാസകോശ അർബുദം 4ാം സ്റ്റേജിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ 20% തുടക്കത്തിലുള്ള സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നുള്ളൂ. അപ്പോൾ അത് എത്ര സ്ക്രീനിങ് വന്നാലും ഒരുപാട് ശതമാനത്തിൽ വ്യത്യാസം വരാൻ പോകുന്നില്ല. അപ്പോൾ വരാതിരിക്കലാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനു വേണ്ടി പ്രിവെൻഷന് വേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ട് ടുബാക്കോ ആൻഡ് ടുബാക്കോ റിലേറ്റഡ് പ്രൊഡക്ട്സ് അത് പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് ഊന്നൽ കൊടുക്കണം. രണ്ടാമത്തെ ബോധവൽക്കരണം എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് എപ്പോഴും തന്നെത്താൻ രോഗി ഇപ്പോൾ ചികിത്സിക്കാതെ സംശയമുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ഈ അസുഖം ഇല്ലല്ലോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. കണ്ടുപിടിച്ചാൽ ചികിത്സിക്കുന്നതിൽ തീരെ ഒരു വ്യാകുലത ആവശ്യമില്ല. കാരണം ഒരുപാട് ചികിത്സ ലഭ്യമാണ് ഇപ്പോൾ ലങ് ക്യാൻസറിൽ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഡോക്ടർ, ഇത്രയധികം ചോദ്യങ്ങൾക്ക് വളരെ ലളിതമായ ഭാഷയിൽ മറുപടി തന്നതിന്. അതിവേഗ രോഗനിർണയത്തിലൂടെയും മികച്ച ചികിത്സയിലൂടെയും ക്യാൻസർ മൂലമുള്ള മരണങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. നമസ്കാരം.